നിങ്ങളുടെ സ്വന്തം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് പാൽ കേക്ക്. അതിൽ നമുക്ക് പോയാലോ? അത് നമ്മുടെ ഉമ്മച്ചിയാണ് ഉണ്ടാക്കണേ. അപ്പൊ നമുക്ക് അതിൽ പോയാലോ? അതിൽ നമുക്ക് നേരെ പോകാം. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളെ പാൽ കേക്കിൻ്റെ റെസിപ്പിയാണ്. പിന്നെ കുറേ ഐറ്റം ഒന്നും പാൽ കേക്കിന് ആവശ്യമില്ല, കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മൾ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. പിന്നെ എൻ്റെ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ 4 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര പൊടിച്ചിട്ട് വേണം ചേർക്കാൻ, ഞാൻ ഇപ്പോൾ ഇവിടെ പൊടിക്കാണ്ടാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യമുള്ളത് എന്നത് 1/2 കപ്പോളം പാൽപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാൽപ്പൊടി ആവശ്യമുണ്ട്. പാൽപ്പൊടി ഇല്ലാത്തവർക്ക് പാൽ ഇതിൽ കുറുക്കിയിട്ട് ഒഴിച്ചാലും നല്ലതാണ്. അതും രണ്ടും കണക്ക് തന്നെയാണ്, പാൽപ്പൊടി ഇട്ടാലും ഇതും. പിന്നെ ഒരു 1/2 സ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ തന്നെ ഇടണം കേട്ടോ, ബേക്കിംഗ് സോഡ നല്ലതല്ല. ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യണം. പിന്നെ ഒരു ഉപ്പ് ചേർക്കുന്നുണ്ട്, ഒരു 1/4 സ്പൂണോളം ഉപ്പ്. പിന്നെ 2 സ്പൂണ് നമ്മൾ പശുനെയ്യ് ചേർക്കുന്നുണ്ട്. പശുനെയ്യ് 2 മുട്ടയൊക്കെ ഇട്ടിട്ട് നന്നായി കുഴയ്ക്കണം. കുഴയ്ക്കാൻ ചിലപ്പോൾ ഇത് കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ 4 സ്പൂണോളം നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. നന്നായി കുഴച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറോളം കുഴച്ച് മാറ്റി വെക്കണം. കാരണം ഇപ്പോൾ ബേക്കിംഗ് പൗഡറൊക്കെ ഇടണമല്ലോ, അപ്പോൾ ഒരു 1/2 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്നതൊക്കെ. പരത്തിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. പിന്നെ ഇതവിടെ എടുത്തുള്ളത് 1 കപ്പ് ഷുഗർ എടുത്തിട്ട് അതിലോട്ടൊരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് വെക്കണം. തിളച്ച് നല്ല നൂൽപ്പരിവൊന്നും ആവണ്ട, ഒരു അത്യാവശ്യം തിക്നെസ് ആക്കിയിട്ട് അത് തിളപ്പിച്ച് മാറ്റി വയ്ക്കണം. ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കുഴച്ച് വെച്ച് മാവ് പരത്തിയെടുക്കുകയാണ്. കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ, നെയ്യിലാണ് അതിൻ്റെ കറക്റ്റ് ഷേപ്പ് വരില്ല. നേരത്തെ ഉണ്ടാക്കിയ ആ ഷുഗർ സിറപ്പിക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്തത് എന്നിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് ഡിപ്പായിട്ടിരിക്കണം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാം. ഹലോ ഗായ്സ്, നമ്മുടെ പാൽ കേക്ക് നല്ലോണം ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കണം. പിന്നെ നമ്മുടെ ചായ പിടിക്കട്ടെ. ഇനി ആദ്യം നമുക്ക് ഉമ്മ കൊടുക്കാം. ഇതാണ് എൻ്റെ ഉമ്മ, വലിയുമ്മ. ഇതാണ് എൻ്റെ അനിയത്തി. അത് അന്നത്തെ വീഡിയോയിലുണ്ട്. ഇനി അനിയത്തിക്ക് ചായ കൊടുക്കാം. ഇനി അനിയത്തിക്ക് ഗായ്സ്, ഇനി നമുക്ക് ഉമ്മക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചായന്റെ ഒപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. പോലെ ചായയുടെ ഒപ്പം നല്ല ഒരു പലഹാരമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് അടിക്കുക, ഇത് ഷെയർ അടിക്കുക. ഉമ്മന്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ, സീ യു. Came all this way to see you. I'm so in love with you. You just hug me and give
took away your pain